ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷൻ 8051 മൈക്രോ കൺട്രോളർ ട്രെയിനർ കിറ്റിലെ ഒരു ടൈമർ ഉപയോഗപ്പെടുത്തി ഡിലേകളോടെ LED ആക്ടിവേഷൻ കൺട്രോൾ ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: 8051 മൈക്രോ കൺട്രോളർ ട്രെയിനർ കിറ്റിലെ ടൈമർ ഉപയോഗിച്ച് ഡിലേകളോടെ LED ഓണാക്കാൻ എൻ്റർ ചെയ്യുക. പോർട്ട് 1 റിസൾട്ട് പരിശോധിച്ച് ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുക. ഇനി ടൈമർ ഉപയോഗിച്ച് ഡിലേയോടെ LED ഇനീഷ്യലൈസേഷനും ലോഡ് ചെയ്യുന്നതിനും ഓണാക്കുന്നതിനും ആവശ്യമായ ടൂളുകളും എക്യുപ്മെൻറ്റും നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ടൂളുകളും എക്യുപ്മെൻറ്റും ആവശ്യമാണ്: PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് 1 നമ്പർ, മൈക്രോ കൺട്രോളർ കിറ്റ് 1 നമ്പർ, USB കേബിൾ 1 നമ്പർ, FRC കേബിൾ 2 നമ്പർ, ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ, കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ. ടൈമർ ഉപയോഗിച്ച് ഡിലേയോടെ LED ഇനിഷ്യലൈസേഷനും ലോഡ് ചെയ്യുന്നതിനും ഓണാക്കുന്നതിനുമുള്ള പ്രൊസീജിയർ ഇപ്പോൾ നോക്കാം. ഇതിൽ 3 സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നു. സ്റ്റെപ്പ് 1: കെയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 8051 മൈക്രോ കൺട്രോളറിനായുള്ള പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2: ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺവേർട്ടഡ് ഫയൽ മൈക്രോ കൺട്രോളർ IDയിലേക്ക് ബേൺ ചെയ്യുക. സ്റ്റെപ്പ് 3: ഹാർഡ്വെയർ പാർട്സ് കണക്ട് ചെയ്ത് സർക്യൂട്ട് അസംബിൾ ചെയ്യുക, ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യും. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ മൈക്രോവിഷൻ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റ് അനുസരിച്ച് ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ അതിനെ LED യൂസിംഗ് ഡിലേ ടൈമർ എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. പ്രൊസീഡ് ചെയ്യാൻ സേവ് ക്ലിക്ക് ചെയ്യുക. മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാൻ ഒരു ടാബ് ആപ്പ് ദൃശ്യമാകുന്നു. ഇവിടെ 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നു. അതിനാൽ ഡാറ്റാബേസിൽ നിന്ന് AT89C51 സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റ് ഫോൾഡറിലേക്ക് സ്റ്റാർട്ടപ്പ് A51 ആഡ് ചെയ്യാൻ നോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിന്റെ ഇടതുവശത്ത് പ്രൊജക്റ്റ് എന്ന ടാബ് ദൃശ്യമാകുന്നു. ടാർഗറ്റിന് സമീപമുള്ള പ്ലസ് അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സോഴ്സ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. സോഴ്സ് ഗ്രൂപ്പ് 1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ന്യൂ ഐറ്റം ആഡ് ചെയ്യുക. സോഴ്സ് ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യുന്നതിനാൽ .sm ഫയൽ സെലക്ട് ചെയ്യുക. ഫയലിന് ഇവിടെ പേര് നൽകുക. LED യൂസിംഗിലെ ഡിലേ ടൈമർ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. സോഴ്സ് ഗ്രൂപ്പ് 1ലേക്ക് ചേർക്കുന്നതിന് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത .asm ഫയൽ എൻ്റർ ചെയ്യാൻ ആരംഭിക്കുക. org00h. ഇതിനർത്ഥം സെറ്റിംഗ് ദ ഒറിജിൻ ടു അഡ്രസ് 00h. L1 :mov p1, #0aah. പ്രോഗ്രാമിന്റെ ഈ ലൈനിലേക്ക് തിരിച്ചു വരാൻ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഹെക്സാഡെസിമൽ വാല്യൂ 10101010 പോർട്ട് 1ലേക്ക് നീക്കുക. ഔട്ട്പുട്ട് പോർട്ടായി ഈ പോർട്ട് ഹെക്സാഡെസിമൽ വാല്യൂ അനുസരിച്ച് LEDകൾ ഗ്ലോ ചെയ്യും. L-call ഡിലേ. L-call എന്നാൽ ഞങ്ങൾ LEDകൾ ബ്ലിങ്ക് ചെയ്യുന്നതിനാൽ ഡിലേ സബ്റൂട്ട് ലൈനിനെ ലോങ് കോൾ എന്നാണ് അർത്ഥമാക്കുന്നത്. mov p1, #055h. വാല്യൂ 01010101 പോർട്ട് 1ലേക്ക് മൂവ് ചെയ്യുക. L-call ഡിലേ. L-call എന്നാൽ ഞങ്ങൾ LEDകൾ ബ്ലിങ്ക് ചെയ്യുന്നതിനാൽ ഡിലേ സബ്റൂട്ട് ലൈനിനെ ലോങ് കോൾ എന്നാണ് അർത്ഥമാക്കുന്നത്. SJMP L1. SJMP എന്നാൽ ഷോർട്ട് ജംപ് ബാക്ക് ടു ലേബൽ ടു റിപ്പീറ്റ് ഡി ലൂപ്പ്. ഇപ്പോൾ നമ്മൾ ഡിലേക്ക് വേണ്ടി പ്രോഗ്രാം റൈറ്റ് ചെയ്യും. ഡിലേ: mov r0, #14h. മൂവ് വാല്യൂ 14h 00010100, അതായത് 20 ഡെസിമലിൽ ഇൻടു രജിസ്റ്റർ R0 ചെയ്യും. L2 :mov tmod, #10h. ലേബൽ നെയിം 12 ക്രിയേറ്റ് ചെയ്യുക. മൂവ് വാല്യൂ 10h 00010000 ടൈമർ മോഡ് രജിസ്റ്റർ ചെയ്യുക.
MOV TH1, #4BH. Move value 4BH timer high byte register. രജിസ്റ്ററിൻ്റെയോ മെമ്മറി ലൊക്കേഷൻ്റെയോ വാല്യൂ TH1 ഹെക്സാഡെസിമൽ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യുന്നു. MOV TL1, #0FFH. മൂവ് വാല്യൂ 0FFH ടൈമർ 1 ബൈറ്റ് രജിസ്റ്റർ. രജിസ്റ്ററിൻ്റെയോ മെമ്മറി ലൊക്കേഷൻ്റെയോ വാല്യൂ TL1 ഹെക്സാഡെസിമൽ വാല്യൂ 0FFH ആയി സെറ്റ് ചെയ്യുന്നു. സെറ്റ് ബി TR1. സൈറ്റ് ദ ടൈമർ 1 റൺ ബിറ്റ്. TR1 രജിസ്റ്ററിൽ സ്പെസിഫൈഡ് ബിറ്റ് സെറ്റ് ചെയ്യുന്നു. L3: JNB TF1, L3. Jump if the timer 1 overflow flag is not set to label. CLR timer 1 run bit. Clear timer 1 overflow flag. DJNZ R0, L2. Decrement the register R0 and jump to the label L2 if it is not 0. R80. After writing the delay program, return from the subroutine. End of the program. ഇപ്പോൾ ടാർഗറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ഫോർ ദ ടാർഗറ്റ് 1 സെലക്ട് ചെയ്യുക. ഫ്രീക്വൻസി 11.052 MHz ആയി ചേഞ്ച് ചെയ്യുക. ബോക്സ് ഓഫ് ദ യൂസ് ഓൺ ചിപ്പ് പ്രോം സെലക്ട് ചെയ്യുക. ഇപ്പോൾ മെനുവിലേക്ക് പോയി ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. എക്സിക്യൂട്ടബിളിന്റെ പേരിൽ ഹെക്സ് ഫയൽ നെയിം എൻ്റർ ചെയ്യുക. ഇവിടെ ഇത് ഡിലേ ടൈമർ ഉപയോഗിക്കുന്ന LED ആണ്. ക്രിയേറ്റ് ഹെക്സ് ഫയലിന്റെ ബോക്സ് സെലക്ട് ചെയ്ത് തുടരുന്നതിന് OK ക്ലിക്ക് ചെയ്യുക. മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്ത് ഏതെങ്കിലും എററുകളോ വാണിങ്ങുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബിൽഡ് ഔട്ട്പുട്ടിൽ ഇത് എററുകളുടെയും വാണിങ്ങുകളുടെയും നമ്പർ കാണിക്കും. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് എന്നതിന് അടുത്തതായി പേരുള്ള ഒരു ഐക്കൺ ഉണ്ട്. ബിൽഡ് ടാർഗറ്റിൽ ക്ലിക്ക് ചെയ്യുക. ബിൽഡ് ഔട്ട്പുട്ടിൽ യൂസിംഗ് ഡിലേ ടൈമർ എന്നതിൽ നിന്ന് ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. യൂസിംഗ് ഡിലേ ടൈമർ 0 എറർ 0 വാണിംഗ്. സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത ശേഷം മൈക്രോ കൺട്രോളർ കിറ്റ് ടേൺ ഓൺ ചെയ്യുക. ഇപ്പോൾ USB കേബിൾ ഉപയോഗിച്ച് മൈക്രോ കൺട്രോളർ കിറ്റിലേക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക. കേബിളിൻ്റെ ഒരറ്റം ലാപ്ടോപ്പിലേക്കും മറ്റേ അറ്റം മൈക്രോ കൺട്രോളർ കിറ്റിലേക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ കീബോർഡിലെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കോഡ് ബേൺ ചെയ്യാൻ ഫ്ലാഷ് മാജിക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 1ൽ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുക. മൈക്രോ കൺട്രോളർ സ്പെസിഫിക്കേഷൻ കിറ്റുകൾ തോറും വ്യത്യാസപ്പെടാം. ഇവിടെ നമ്മൾ 89V51 RD2 ഉപയോഗിക്കുന്നു. ഇപ്പോൾ കോം പോർട്ട് സെലക്ട് ചെയ്യുന്നതിന് വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. പോർട്ടുകളിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോർട്ട് നമ്പർ പരിശോധിക്കുക. ഇവിടെ അത് COM20 ആണ്. ഇപ്പോൾ ഫ്ലാഷ് മാജിക് ഓപ്പൺ ചെയ്യുക. കോം പോർട്ട് COM20 ആയി സെലക്ട് ചെയ്യുക. ഇത് കിറ്റുകൾ തോറും വ്യത്യാസപ്പെടും. ബൗണ്ട് നിരക്ക് 9600 ആയും ഇന്റർഫേസ് നൺ ആയും സെലക്ട് ചെയ്യുക. കിറ്റിൽ മുമ്പ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും എറേസ് ചെയ്യുന്നതിന് എല്ലാ ഫ്ലാഷുകളും എറേസ് ചെയ്യുക എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 3 ഫോംവെയറിലേക്ക് പോയി ക്രിയേറ്റ് ചെയ്ത ഹെക്സ് ഫയൽ ബ്രൗസ് ചെയ്ത് ഹെക്സ് ഫയൽ സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5ലേക്ക് നാവിഗേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. കിറ്റിലേക്ക് പ്രോഗ്രാം ഡംപ് ചെയ്യാൻ മൈക്രോ കൺട്രോളർ കിറ്റിലെ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം അനുസരിച്ച് പോർട്ടുകൾ കണക്ട് ചെയ്യുക. കിറ്റിലെ പോർട്ടുകൾ, സ്വിച്ച്, LED എന്നിവ കണ്ടെത്തുക. പോർട്ടുകൾ കണക്ട് ചെയ്യുന്നതിന് FRC കേബിളുകൾ ഫീമെയിൽ മുതൽ ഫീമെയിൽ വരെ ഉപയോഗിക്കുക. ഇവിടെ പോർട്ട് 1 LED-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രോഗ്രാം ബേൺ ചെയ്യാൻ വീണ്ടും റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം അനുസരിച്ച് ഞങ്ങൾ 10101010 AA-യും 0101010155 ഔട്ട്പുട്ട് LED-യും നൽകി. ഇപ്പോൾ LED-കൾ AA55 പാറ്റേണിൽ കുറച്ച് ഡിലേയോടെ ബ്ലിങ്ക് ചെയ്യും. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചത് 8051 മൈക്രോ കൺട്രോളർ ട്രെയിനർ കിറ്റിലെ ടൈമർ ഉപയോഗിച്ച് ഡിലേകളോടെ LED ടേൺ ഓൺ ചെയ്യാനുള്ള, പ്രോഗ്രാം ചെയ്യാനും
പോർട്ട് 1 വഴി റിസൾട്ട് പരിശോധിക്കാനും. ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.